ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലത്തെ ദിവസത്തെ ദോശ ബാക്കി ഉണ്ടായിരുന്നു, ദോശമാവൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വയ്ക്കാനാണ് ചേട്ടൻ പറഞ്ഞത്. അത് ഉരുളക്കിഴങ്ങ് എളുപ്പത്തിലുള്ളൊരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ താറാമുട്ടക്കറി. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറയാറുണ്ടല്ലോ, ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് രാവിലെ വരികയെന്ന്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഓടി വന്ന് ഞാൻ ആ മുട്ട പുഴുങ്ങാനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നത് ആദ്യം തന്നെ ദോശത്തട്ട് അടുപ്പത്ത് വെച്ച് ദോശ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് താറാമുട്ട കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതാ മീൻകറി പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളികേരം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ നാളികേരപ്പാൽ പിഴിഞ്ഞ് അങ്ങനെയും ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനൊരു ഇത്തിരി പെരിഞ്ചീരവും കൂടി ചേർത്തുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് അരയ്ക്കാൻ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ചേട്ടൻ വന്ന് പറഞ്ഞത് ദോശ മതി, കൊണ്ടുപോകാനും ദോശ മതിയെന്ന്. അപ്പോൾ ദോശ 2 നേരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മുട്ടക്കറി പറ്റില്ലല്ലോ, എന്താ പറയുക, മസാലക്കറി അല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ വേഗം അരപ്പ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പിന്നെ മസാലക്കറി റെഡിയാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പണി സഹായിക്കണമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ചേട്ടൻ വന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നുറുക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം അത് തോല് കളഞ്ഞും കണ്ടിട്ട് അവിടെ വെച്ച് പോയി. പെട്ടെന്നാണ് കൂട്ടുകാരുടെ കാര്യം ആലോചിച്ചത്. അപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ക്യാമറയിലേക്ക് പോയിട്ട് നോക്കിയിട്ടൊന്ന് ചിരിച്ചത്. കൂട്ടുകാരെന്നെ നോക്കിയിരിക്കല്ലേ, ഞാനെന്ന് വെച്ചാൽ കൂട്ടുകാരൻ മൈൻഡ് ചെയ്യാണ്ട് ജോലി ചെയ്യണേ. പിന്നെ ഇങ്ങനെ നോക്കി വ്ളോഗ് ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എപ്പോഴാണ് പറ്റുകയെന്നൊന്നും അറിയില്ല. ഒക്കെ ജോലി നിർത്തിയിട്ടൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇപ്പം പിന്നെ നമ്മുടെ ക്യാമറയും അതേപോലെ ട്രിപ്പോഡും ഒക്കെ നല്ല സൗകര്യമുള്ളത് വേണം. അപ്പോൾ പിന്നെ അതൊക്കെ പതുക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങും സവോളയും അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ബാക്കിയുള്ള മസാലകളൊക്കെ വഴറ്റിയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിന് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നാറില്ല. പിന്നെ ആ വഴറ്റിയതിൻ്റെ ഒരു സ്വാദ് കൂടും. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടണം. ഇതിനധികം എരിവൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പല്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ടിട്ട് 2-3 വിസിലടുപ്പിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങല്ലേ പെട്ടെന്ന് വേവണ സംഭവമാണ്. അപ്പോൾ അത് അടച്ച് വെച്ച് നമുക്ക് ഗ്യാസുമ്മേക്ക് വയ്ക്കാം. ദോശ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദോശ നല്ല മൊരിച്ചെടുക്കുമ്പോൾ പിന്നെ കുറേ ടൈം വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ദോശ തട്ട് വെച്ചിട്ട് അവിടെ ദോശ പരത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ള പണികൾ അതിനിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടക്കറിയിലേക്കുള്ള മുട്ട അത് ക്ലീൻ ആക്കാൻ പോകുന്ന താറാമുട്ട ഒരെണ്ണം കേടായി പോയിട്ടോ. സങ്കടമായി എനിക്കത്. പിന്നെ എന്താ ചെയ്യാം, കേടായിട്ട് പുറത്തേക്ക് ഇട്ടപ്പോൾ നമ്മുടെ കാക്കകൾ കൊത്തി തിന്നുണ്ടായിരുന്നു. ഇത് പിന്നെ ഇത്തിരി കട്ടിയുണ്ടല്ലോ. താറാമുട്ടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടക്കറിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് താറാവിൻ്റെ മുട്ടക്കറി. അപ്പോഴേക്കും അതവിടെ വെച്ചു. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വിസിലടിച്ചപ്പോൾ വേഗം ഓടിപ്പോയി കണ്ടിട്ട് അത് തുറന്ന് പിന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചേട്ടൻ്റെ ചോറ്റ് മാത്രം തലേദിവസം കഴുകാണ്ടാട്ടോ കൊണ്ടുവരിക. അപ്പോൾ ഒന്ന് വെള്ളത്തിലാക്കി കൊണ്ടുവരാനാണ് പോണത്. തലേദിവസം കഴുകാനാണെങ്കിൽ ഞാൻ കഴുകും, പിറ്റേ ദിവസമാണെങ്കിൽ അവനാണ് കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണമാണ്. അപ്പോൾ അതേ കടുക് എടുക്കാൻ പോയതാണ്. കടുകും കൂടി അതിൽ കൊണ്ടുവന്നിട്ടും ആ കടുക് പൊട്ടണ നേരത്ത് നമ്മളൊരു ദോശ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദോശ അതേ പരത്താണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ തീ കുറച്ച് വെച്ച് ദോശ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ നമുക്ക് ദോശ. ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കണ പോലെയൊക്കെ തോന്നും. ഹൈ ഫ്ലെയിമിലേക്കാണ് നല്ലത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ. കൂട്ടുകാരെങ്ങനെ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് പരത്തൽ കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണ ചൂടാവുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കടുകൊക്കെ പൊട്ടി തുടങ്ങി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ. വല്ലാണ്ടല്ല, എന്നാലും ഒന്ന് വലിയ കഷ്ണങ്ങളാക്കിയിട്ട്. വലിയ ഉരുളക്കിഴങ്ങായിരുന്നു. 2 ഉരുളക്കിഴങ്ങ് ആകെ എടുത്തത്. അത് വലുതായിരുന്നു. ഒരു 4-5 എണ്ണത്തിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. 2 കൂടി അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുത്തിയെടുത്തു. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ചല്ല കേട്ടോ, കുറച്ച് കൂടുതലെടുത്തോ. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഒന്ന് ചൂടാവണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറയുമ്പോൾ മല്ലിയിലയാണ്. അപ്പം മല്ലിയില നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ഇപ്പം മല്ലിയില വാങ്ങിക്കാറുണ്ട്. ഇല്ലെങ്കിൽ മാത്രം നമ്മുടെ പറമ്പിൽ ആഫ്രിക്കൻ മല്ലിയിലയോ എന്താ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ആ മല്ലിയില പൊട്ടിച്ചിട്ട് ഞാനിടും. നല്ല ഫ്രഷ് അല്ലേ. അപ്പോൾ നമ്മുടെ പുറത്ത് നിറച്ച് മുളച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു പ്രാവശ്യം കൊണ്ടുവച്ചത് അതിൻ്റെ കടയൊക്കെ ചേട്ടൻ വെട്ടി കളഞ്ഞു. പിന്നെ അത് ആ ഒരു പാത്രത്തിൽ ഒരു പെയിൻറ്റ് ബക്കറ്റാണ്, അതിലിങ്ങനെ നിറച്ച് മുളച്ചിട്ടുണ്ട്. 2-3 ഇല, കുറേയൊന്നും ഇലയൊന്നും പൊട്ടിച്ചില്ല. 2-3 ഇല പൊട്ടിച്ചുകൊണ്ട് കേട്ടോ അതിലിടാനാണ് കേട്ടോ. നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് മുറ്റത്ത്.
പിന്നെ നിറയെ പൂപ്പായി പിടിച്ചേക്കുക കേട്ടോ, മഴക്കാലമല്ലേ. പിന്നെ എന്നും കുത്തിയടിച്ചാൽ പൂപ്പായി വരില്ല എന്ന് പറയാം, എത്രയായാലും വരും. മഴക്കാലമാകുമ്പോൾ എന്തായാലും മുറ്റമൊക്കെ വൃത്തിയാടാവും, നോക്കിയിട്ട് കാര്യമില്ല. മഴ നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കാമല്ലേ. എന്നിട്ട് ആ മല്ലിയില മുറിച്ചിങ്ങാട്ട് അതിലേക്ക് ഇട്ടെടുത്തു. അപ്പം അങ്ങനെ അത് റെഡി ആയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ചേട്ടന് കൊണ്ടുപോകാനും വീട്ടിൽ കഴിക്കാനും ഒക്കെ ആയില്ലോ. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ശ്രീകുട്ടനും വരും. അപ്പോൾ പിന്നെ അവനെന്തായാലും ചോറ് തന്നെയാണ് കൊണ്ടുപോകാറ്, ദോശ പലഹാരം അങ്ങനെ കൊണ്ടുപോയില്ല കേട്ടോ. ശ്രീകുട്ടനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയാണ്. അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വേഗം കൊണ്ടുപോയി അരയ്ക്കാണ് കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ തേങ്ങ പാൽ ഒഴിച്ച് വയ്ക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോഴേക്ക് ചേട്ടൻ വന്നു ഫുഡ് കഴിക്കാനായിട്ട്. ചേട്ടന് ആക്കി പാത്രത്തിൽ ആക്കി കൊടുക്കും, വിളമ്പി കഴിക്കലൊക്കെ തന്നെ കഴിക്കും കേട്ടോ. ഒരു ദോശയൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ് ഈ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ തന്നെ. വർഷാപ്പിൽ പോകുമ്പോൾ എന്ന് പറയാൻ അവൻ്റെ ജോലിയാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആ മുട്ട മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, ഒരു പകുതി സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് കേട്ടോ ഇടുന്നത്, മാങ്ങയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് അരപ്പം കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ. പിന്നെ അത് അടുപ്പത്ത് വയ്ക്കുക. അത്രയേ ഉള്ള പരിപാടി എന്ന് പറയുന്നത്. മീൻകറി തേങ്ങ അരച്ച് വയ്ക്കണം, മീൻകറി അതേപോലെ തന്നെയാണ് ഇതും വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതാ കൊണ്ടുവച്ചു. ദോശമാവ് ഇനിയും കുറച്ചും കൂടി ബാക്കിയിട്ട് കേട്ടോ, ബാക്കിയുള്ളത് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. ദോശമാവും വെള്ളയപ്പത്തിൻ്റെ മാവും ഒക്കെ ഉണ്ട്. പിറ്റേ ദിവസത്തെ വിശേഷം പിറ്റേ ദിവസത്തെ വ്ളോഗിൽ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ മുട്ടക്കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. മസാലക്കറി ഇനി വേറെ ഉപ്പേരിയൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. ചീരയും മത്തൻ്റെ ഇലയും ഒക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ മടി വിചാരിച്ചിട്ട് അതൊന്നും പിന്നെ ചെയ്യാൻ നിന്നില്ല. പിന്നെ എപ്പോഴും വൈകുന്നേരം മീനും എന്തെങ്കിലും മുട്ട അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇപ്പോൾ കറി വെച്ചിട്ട് വലിയ കാര്യമില്ലാത്തൊരവസ്ഥയുണ്ട്. ഞാനിനി എന്തെങ്കിലും സൂത്രം കാണിക്കാമെന്ന് വെച്ചാലും അവർക്ക് എന്തെങ്കിലും വേണമെന്നുള്ള പോലെ ശ്രീകുട്ടൻ പറയും. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, കാര്യമൊന്നുമില്ല. കുറേ വെച്ചിട്ട് ഈ മുട്ടക്കറി തന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടായത് കളയേണ്ടി വന്നു കേട്ടോ, ആരും കഴിച്ചില്ല. അത് കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് തുടച്ച് നമ്മുടെ എന്താ പറയുക ഗ്യാസ് കത്തിക്കുന്ന അതുണ്ടല്ലോ, അത് അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാനത് അന്വേഷിച്ചതാണ് കണ്ടത് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ പറ്റാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഗ്യാസിൻ്റെ അടിയിൽ ആ അടുപ്പിൻ്റെ അടിയിൽ വയ്ക്കുക, എവിടെയെങ്കിലുമൊക്കെ വയ്ക്കും, എന്നിട്ട് ഇങ്ങനെ തപ്പി നടക്കും. അതാണ് എൻ്റെ പണി. പിന്നെ അതാ തുടക്കുകയാണ്. അപ്പോൾ സൈഡിലൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ ഒത്തേക്ക് വലിയ പണികളൊന്നും എടുക്കാനായിട്ടൊന്നുമില്ല. പിന്നെ അടിഭാഗം ഒന്നും അടിച്ചു വാരി തുടച്ചിട്ടു. പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്. ഇപ്പം അപ്പം തന്നെ വേഗം കഴുകിയെടുക്കാൻ ശ്രമിക്കും കേട്ടോ. പരമാവധി വലിയ പാത്രങ്ങളൊക്കെ തന്നെയാണെങ്കിൽ അപ്പം തന്നെ വേഗം അങ്ങോട്ട് കഴുകും. പ്രില്ലായിട്ട് കൈ ആകെ ഒരു കറുപ്പ് രാശി വന്നു. ഇനി വിംബാർ എനിക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ, കൈക്ക് അത്ര അങ്ങോട്ട് അലർജി തോന്നാറില്ല. പക്ഷേ പ്രില്ല് എന്ന് പറയുന്നത് കൈ ഭയങ്കരമായിട്ടൊരു കറുപ്പിൻ്റെ കളറൊക്കെ വരും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ തുണികൾ ഇവിടെ അങ്ങനെ നിരന്ന് കിടക്കുക, പടിയിലും കിടക്കുന്നുണ്ട്. പടിയിൽ അങ്ങനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല, അഴയ്ക്കൊന്നും അഴിക്കാനായിട്ട് നിന്നില്ല, മഴ കുറയണുള്ളൂ. അപ്പം ഞാൻ എന്തായാലും തുണികളൊക്കെ എടുത്ത് മുകളിലേക്ക് ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ ഇനി പൂച്ചകളൊക്കെ വന്ന് കയറിയിരുന്നാൽ പറയാൻ പറ്റില്ലല്ലോ, തുണികൾ ശരിയാവില്ല. വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവർ കയറണത് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഒക്കെ അങ്ങനെ കണ്ടുപിടിച്ച് ഓടി കയറും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം തുണികളൊക്കെ എടുത്ത് അഴയ്ക്കാൻ വയ്ക്കും. മേശമൊക്കെ ഇട്ടുണ്ട് കേട്ടോ. മേശപ്പം ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാത്ത കാരണം കുഴപ്പമില്ല, ചറ പറന്ന് സംസാരിക്കുകയല്ലേ ഞാനിന്ന്. അപ്പോഴേക്കും അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മുട്ടക്കറി ഇത് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കൂടി നേരം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറൊന്ന് ഊറ്റി വയ്ക്കാനായിട്ടാണ്. ചേട്ടൻ കൊണ്ടുപോയില്ലല്ലോ, ശ്രീകുട്ടൻ എന്തായാലും ഊറ്റിയിട്ട് വേഗം അവന് കൊടുത്തയക്കണം. അപ്പോൾ പിന്നെ വേഗം ഊറ്റി അവന് ചോറൊക്കെ പകർത്താമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചെഞ്ചട്ടിയിൽ അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ആയിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ മുട്ടക്കറിയിലേക്ക്. ഇത്രയുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ താറാമുട്ടയ്ക്ക് ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ചു. ചിലവർ ചിക്കൻ വെക്കണ പോലെയൊക്കെ വെക്കും, ഏതായാലും ടേസ്റ്റ് തന്നെ. പിന്നെ അതാ ജോലിക്കൊക്കെ പോയി. പിന്നെ അതാ വൈകുന്നേരം വന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കിലോ കൊള്ളി വാങ്ങിക്കാനാണ് പോയത്. കൊള്ളി എന്ന് വെച്ചാൽ കപ്പ കേട്ടോ. കൊള്ളി വാങ്ങിക്കാനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടിഭാഗമായി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ അതൊക്കെ പറക്കി കൂട്ടി തന്ന് 3-3.5 കിലോനങ്ങണ്ട് ഉണ്ടായിരുന്നു. 2 കിലോൻ്റെ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടൊക്കെ തന്നു. നല്ല ടേസ്റ്റുള്ള കൊള്ളിയായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്തിരിശൊക്കെ കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെത്തിക്കളഞ്ഞു, ഇത്തിരി കൂടുതൽ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നഷ്ടം എന്നൊന്നും പറയാനില്ല. ഞാൻ കൊള്ളി പുഴുങ്ങാന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് പിന്നെ എപ്പോഴും വെറൈറ്റി വേണം. നമ്മൾ ഒരേ പ്രാവശ്യം ചിക്കൻ കൊണ്ടുവരുമ്പോഴോ ഒരേ പ്രാവശ്യം മീൻ കൊണ്ടുവരുമ്പോൾ ഒക്കെ വെറൈറ്റി എങ്ങനെ വെക്കാനാണ്. അപ്പോൾ അവൻ്റെ കാര്യം അങ്ങനെയാണ്. എന്ത് കൊണ്ടുവരുമ്പോൾ പറയും അമ്മ വെറൈറ്റി ടേസ്റ്റിൽ വെച്ചോളൂ കേട്ടോ. എന്തോരം വെറൈറ്റി വെക്കൂലേ, അത്യാവശ്യം വെറൈറ്റി ഞാൻ വെക്കുന്നുണ്ട്, അതും പോരാ അവന്. എന്നിട്ട് ആ കൊള്ളി ഞാൻ നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2-3 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. ചില കൊള്ളിയൊക്കെ ഒറ്റ വിസിലിന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ മീൻകറി ഞാൻ എളുപ്പത്തിലുള്ളൊരു വെപ്പ് വെച്ചു.
മീൻ നന്നാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ തലേദിവസത്തെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഒരിത്തിരി വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് ഉലുവിട്ട് പൊട്ടിച്ചു. കടുക് അങ്ങനെ തൃശ്ശൂർക്കാർ ഇടില്ല കേട്ടോ. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി പിന്നെ ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു. പിന്നെ കുടംപുളി ഇട്ടാൽ പുളിക്ക് ആവശ്യത്തിന് കുടംപുളിയോ മാങ്ങയോ എന്താ വെച്ചാൽ ഇടാം. എന്നിട്ട് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു. അതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് മീനിട്ട് കൊടുക്കാൻ. അപ്പോൾ അധികം മീനുണ്ട് അത്യാവശ്യം. പിന്നെ 2 ദിവസമായില്ല മീൻ തന്നെ. അത് കാരണം മീൻ ചാറിനോട് വലിയ നോട്ടം അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കിയുള്ള കഷ്ണം തന്നെ അധികം കഴിക്കാം. അപ്പോൾ അത് ആ കഷ്ണം മുങ്ങണ ഭാഗത്തിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് വേവിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ പുഴുക്കാണ് കേട്ടോ. കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം, ചുമന്നുള്ളിയും, വെളുത്തുള്ളിയും, വെള്ള കാന്താരി മുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇത്രയ്ക്ക് ഇട്ടിട്ട് നമ്മൾ അവിയലിനൊക്കെ അരപ്പ് തയ്യാറാക്കില്ല അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ. അല്ലാണ്ട് വല്ലാണ്ട് ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. മീൻ കറിയും ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വറ്റണം. അപ്പോൾ അവിടെ കിടന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു ചെറിയ രീതിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ചീനച്ചട്ടിയിൽ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഈ കപ്പേനെ ഒന്ന് കുത്തി ഉടച്ചു. വല്ലാണ്ട് അങ്ങനെ പായസം കൊള്ളി അല്ല കേട്ടോ ഇത്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കപ്പ നമ്മൾ ഈ കടുകിലേക്ക് പൊട്ടിയലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടില്ലേ ആ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ശ്രീകുട്ടൻ വെള്ള കളർ വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാനത് വെള്ള കളറാക്കിയത്. എനിക്കൊരു മഞ്ഞ കളറൊക്കെ തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ പിള്ളേരുടെ ഇഷ്ടമല്ലേ, അതങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ അല്ലേ. നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കിയേ വേണ്ടു കേട്ടോ. നമ്മുടെ കപ്പ പുഴുക്ക് അങ്ങനെ റെഡി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിന് മീൻ കറിയിലൊന്നും ഒരു ആവശ്യമില്ല ഈ കപ്പ പുഴുക്കിൻ്റെ കൂടെ. വെറുതെ ഒരു കട്ടൻ കാപ്പിയും ഇതും കൂടിയും സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ കപ്പ പുഴുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയോ. കപ്പ മാത്രമല്ല ചേമ്പും അങ്ങനെയൊക്കെ പലതും ഇതുപോലെ ചെയ്യൂ കേട്ടോ. പിന്നെ അതിലേക്ക് മീൻ കറിയും കൂടെ വെച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിച്ചു. മീൻ പക്ഷെ അത്ര അങ്ങോട്ട് നല്ലതായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അത് കാരണം പിന്നെ 2 ദിവസത്തേക്ക് മീൻ മേടിക്കേണ്ട അതൊക്കെ വിചാരിച്ചു ആ മീൻ കഴിച്ചപ്പോൾ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ട് പിന്നെ ഞാൻ എല്ലാതും കൊണ്ടുവയ്ക്കണം കേട്ടോ. ശ്രീകുട്ട ആവശ്യത്തിനുള്ളത് എടുത്തു കൊണ്ട് പോയിട്ടുണ്ട്. ചേട്ടൻ ഞാൻ വരുന്നതും കാത്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോയി വിളമ്പി കഴിക്കാം. പക്ഷെ അവിടെ കാത്തിരിപ്പാണ്. അപ്പം ഞാൻ ഇതൊക്കെ അവിടെ വെച്ചിട്ട് ആദ്യത്തെ അപ്പോൾ ക്യാമറയും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നടക്കാം കേട്ടോ. എന്ത് പറ്റിയ എന്തോ ആവോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെ പിടിക്കാറ്. ഇന്ന് ഞാൻ പിന്നാലെ കൊണ്ട് നടക്കുന്നുണ്ടാവാൻ ഞാൻ പിടിക്കണമെന്ന് നോക്കിയിട്ട് എന്താ എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവച്ചു. അപ്പോൾ ഇന്ന് ആരും ചോറുണ്ടില്ല കേട്ടോ. ചോറൊക്കെ ബാക്കി വന്നു. ഈ കപ്പപ്പുഴുക്കും മീൻ കറിയാണ് ഇന്ന് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് വിളമ്പി കൊടുക്കുകയാണ്. ശ്രീകുട്ടൻ കഴിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ചേട്ടനാണ് പിന്നത്തെ അത്യാവശ്യക്കാരൻ. പെട്ടെന്ന് ചേട്ടൻ തന്നെയാണ് കേട്ടോ ഏറ്റവും ആദ്യം വിളമ്പി കിട്ടേണ്ടത്. ചേട്ടനാണ് എപ്പോഴും. അപ്പോൾ എന്തായാലും ചേട്ടന് കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് കൊള്ളി വേണ്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഷുഗർ നോക്കിയപ്പോൾ അത് ഇത്തിരി കൂടുതലാന്ന് പറഞ്ഞിട്ട് ചോറ് മതി എന്ന് പറഞ്ഞു. ചോറും ഒക്കെ കണക്ക് തന്നെ അല്ലേ. എന്നാലും കൊള്ളിയിൽ ഇത്തിരി കൂടുതലാണെന്നല്ലേ പറയുക. അപ്പോൾ അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക്. അച്ഛനും കൊള്ളിയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ ആളാണ് ഒരിത്തിരി കൊള്ളി മാത്രം എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നത്. പിന്നെ മീൻ കഷ്ണം കൂടി കൂട്ടി കഴിക്കാൻ കേട്ടോ. ആൾ പിന്നെ അവിടെ ഇരിക്കില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ ആൾ ആ റൂമിൽ തന്നെ ഇരിക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ വിളമ്പിങ്ങാട്ട് ആളെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ.